ഈ വർഷത്തെ പ്രളയത്തിന് കാരണക്കാർ മുൻ സർക്കാരാണെന്ന പ്രചാരണവുമായി UDF അനുകൂല മാധ്യമങ്ങൾ. നദികളിലെ ചെളിയും എക്കലും നീക്കം ചെയ്യാൻ മുൻ സർക്കാർ നടപടി സ്വീകരിക്കാത്തതാണ് പ്രളയം ആവർത്തിക്കാൻ കാരണമെന്നാണ് വാദം. എന്നാൽ പമ്പ, ത്രിവേണി സംഗമം, തോട്ടപ്പള്ളി എന്നിവിടങ്ങളിലെ എക്കലും മണലും നീക്കാനുള്ള മുൻ സർക്കാർ തീരുമാനത്തെ എതിർത്തത് കോൺഗ്രസ് നേതാക്കളാണെന്ന വസ്തുത ആ പത്രം മറച്ചുവെച്ചു. വിജിലൻസ് കോടതിയെ സമീപിച്ചാണ് അന്ന് പ്രതിപക്ഷ നേതാവ് സർക്കാർ നീക്കത്തെ തടഞ്ഞത്. മുൻ പ്രളയങ്ങളിൽ നിന്ന് പഠിച്ചില്ല, നമ്മൾ വീണ്ടും മുങ്ങി എന്നാണ് UDF അനുകൂല പത്രത്തിന്റെ തലക്കെട്ട്. മുൻപ് പ്രളയമുണ്ടായ സ്ഥലങ്ങൾ വീണ്ടും മുങ്ങിയത് LDF സർക്കാരിന്റെ ഭരണവീഴ്ചയാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു പത്രം. 2018 പ്രളയത്തിന് ശേഷം എന്തെങ്കിലും തയ്യാറെടുപ്പോ മുൻകരുതലോ സ്വീകരിക്കാതിരുന്നതാണ് ഇപ്പോഴത്തെ വെള്ളപ്പൊക്കത്തിന് കാരണമെന്നാണ് UDF അനുകൂല പത്രത്തിന്റെ കണ്ടെത്തൽ. എന്നാൽ പ്രളയബാധിത മേഖലയിലെ പുഴകളിൽ നിന്നും മണ്ണും എക്കലും ചെളിയും നീക്കാനുള്ള LDF സർക്കാരിൻ്റെ ശ്രമങ്ങളെ എതിർത്ത അന്നത്തെ പ്രതിപക്ഷ നിലപാട് പത്രം മൂടിവെക്കുന്നു. പത്തനംതിട്ട ജില്ല ഇപ്പോൾ അനുഭവിക്കുന്ന കടുത്ത പ്രളയത്തിനുള്ള കാരണം പരിശോധിച്ചാൽ പ്രതിക്കൂട്ടിലാവുക കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. 2018 പ്രളയത്തിന് ശേഷം പമ്പാ നദിയിലും പമ്പ ത്രിവേണി ഭാഗത്തും അടിഞ്ഞുകൂടിയ മണലും എക്കലും ചെളിയും നീക്കം ചെയ്യാൻ LDF സർക്കാർ നടപടി ആരംഭിച്ചപ്പോൾ എന്തായിരുന്നു UDF നേതാക്കളുടെയും UDF അനുകൂല പത്രത്തിൻ്റെയും നിലപാട്? മണലും ചെളിയും നീക്കുന്നതിനെതിരെ രമേശ് ചെന്നിത്തല തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിച്ചു. ഇതോടെയാണ് പമ്പാ നദിയിലെ ചെളി നീക്കം നിലച്ചത്. പരിസ്ഥിതി നിയമലംഘനവും അഴിമതിയുമായിരുന്നു ചെന്നിത്തല ഉന്നയിച്ച ആരോപണങ്ങൾ. BJP നേതാവ് കുമ്മനം രാജശേഖരനും ചെന്നിത്തലയ്ക്കൊപ്പം കൂടി ദേശീയ ഹരിത ട്രിബ്യൂണലിനെ സമീപിച്ചു. വാരിയ മണലും ചെളിയും കോടതി നിർദ്ദേശപ്രകാരം നദീതീരത്ത് തന്നെ സൂക്ഷിക്കേണ്ടി വന്നു. ആ മണലും എക്കലുമാണ് വീണ്ടും നദിയിലേക്ക് പതിച്ച് ഒഴുക്ക് തടഞ്ഞ് വീണ്ടും വെള്ളപ്പൊക്കത്തിന് കാരണമായിരിക്കുന്നത്. സമാന നിലപാട് തന്നെയാണ് തോട്ടപ്പള്ളിയിലെ മണൽ നീക്കത്തിലും കോൺഗ്രസ് സ്വീകരിച്ചത്. കുട്ടനാടിനെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള LDF സർക്കാർ നീക്കത്തെ അഴിമതി ആരോപണത്തിന്റെ പുകമറയിൽ നിർത്തി UDF അക്കാലത്ത് തടഞ്ഞു. രമേശ് ചെന്നിത്തല, മാത്യു കുഴൽനാടൻ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ ചെളി നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ വരെ സമീപിച്ചു. ഇതിനെല്ലാം നിർലോഭം പിന്തുണ നൽകുകയും അന്നത്തെ സർക്കാരിനെ ആരോപണങ്ങളുടെ പുകമറയിൽ നിർത്തുകയും ചെയ്ത പത്രമാണ് ഇപ്പോൾ പരിതപിക്കുന്നത്. മണലും ചെളിയും നീക്കാത്തതിൻ്റെ പേരിൽ മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ സർക്കാർ ശ്രമങ്ങളെ തുരങ്കം വെച്ച അന്നത്തെ പ്രതിപക്ഷത്തിന് പേരിന് പോലും വിമർശനമില്ല. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.